പ്രിയപ്പെട്ടവരെ, ഇത് കൊടുങ്ങല്ലൂരിനടുത്ത് വള്ളിവട്ടത്തെ ഉമരിയ ചാരിറ്റബിൾ സെൻറ്റർ ആൻഡ് പബ്ലിക് സ്കൂളിലെ മിടുക്കരായ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അക്വാപോണിക് സിസ്റ്റമാണ്. മത്സ്യങ്ങളെയും പച്ചക്കറികളെയും ഒക്കെ ഇത്രയേറെ സ്നേഹിക്കുന്ന ഈ മക്കൾ ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പച്ചക്കറികൾ ഉണ്ടാക്കാനുള്ള വെയിലുള്ള സ്ഥലം അവിടെ എവിടെയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ പച്ചക്കറി കൃഷി അത്ര വിജയകരമായിരുന്നില്ല. അങ്ങനെയാണ് ഫിഷ് ടാങ്കിനടുത്തുള്ള മൂത്രപ്പുരയുടെ മുകളിലായിട്ട് നല്ല വെയിലുള്ള സ്ഥലം കണ്ടെത്തിയത്. അവിടെ 30 ലിറ്ററിൻ്റെ 40 പോട്ടുകളാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ പോട്ടുകളിൽ 2 ഇഞ്ച് മുകളിലായിട്ട് മുക്കാലിൻ്റെ ദൂരമുണ്ടാക്കി മുക്കാലിൻ്റെ തന്നെ FT/MTA കണക്ട് ചെയ്തു. എല്ലാ പോട്ടുകളിലും 40 പോട്ടുകളിലും ഇതേപോലെ മുക്കാലിൻ്റെ ദൂരമുണ്ടാക്കി മുക്കാലിൻ്റെ തന്നെ FT/MTA കണക്ട് ചെയ്തു. അതിലേക്ക് 1/4 റെഡ്യൂസർ T വെച്ച് കൊടുത്തു. 1/4 റെഡ്യൂസർ T എല്ലാ പോട്ടുകളും വെച്ച് 1 ഇഞ്ച് പൈപ്പ് മാറ്റി എല്ലാ പോട്ടുകളും കണക്ട് ചെയ്തു. ഓരോ സൈഡിലും 5-5 പോട്ടുകൾ വെച്ച് അങ്ങനെ മൊത്തം ഒരു ഭാഗത്ത് 10 അങ്ങനെ മൊത്തം 40 പോട്ടുകളാണ് വെച്ചിട്ടുള്ളത്. 3 ഇഞ്ചിൻ്റെ നെറ്റ് പോട്ടാണ് മീഡിയ ഗാർഡായി വെക്കുന്നത്. അതിലേക്ക് 3/4 ഇഞ്ചിൻ്റെ കോൺക്രീറ്റ് മെറ്റലാണ് നടക്കുന്നത്. ഈ നെറ്റ് പോട്ട് വെക്കുന്നത് ഈ 3/4 ഇഞ്ചിൻ്റെ കോൺക്രീറ്റ് മെറ്റൽ FT/MTA തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടി, വെള്ളത്തിൻ്റെ പോക്കുവരവ് തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള മീഡിയ ഗാർഡ് വെക്കുന്നത്. അത് ഈ 3 ഇഞ്ചിൻ്റെ നെറ്റ് പോട്ട് വെച്ച് കഴിഞ്ഞാൽ 3/4 ഇഞ്ചിൻ്റെ ഈ കല്ലായതുകൊണ്ട് അവിടെ തടസ്സങ്ങളൊന്നുമില്ലാതെ സ്മൂത്തായിട്ട് തന്നെ വെള്ളം കയറുകയും ഇറങ്ങുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ നെറ്റ് പോട്ട് വെക്കുന്നത്. നെറ്റ് പോട്ട് വെച്ച് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നമില്ലാതെ അവിടെ ഇരുന്നോളും. ഒരുപാട് കാലം ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ നെറ്റ് പോട്ട് വെച്ചിട്ട് കാലങ്ങളോളം ഉപയോഗിച്ച ചട്ടികളൊക്കെ ഉണ്ട്, വർഷങ്ങളോളം ഉപയോഗിക്കുന്നുണ്ട്. യാതൊരു കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ നെറ്റ് പോട്ട് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നെറ്റ് പോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ പോക്കുവരവ് സ്മൂത്തായിരിക്കും, യാതൊരു തടസ്സങ്ങളും ഉണ്ടാവില്ല. മണിക്കൂറിൽ 5800 ലിറ്റർ വെള്ളം പമ്പ് ചെയ്യുന്ന 38 വാട്ട്സിൻ്റെ സൺസൺ JTP 5800 എന്നൊരു സബ്മേഴ്സിബിൾ പമ്പാണ് ഫിഷ് ടാങ്കിൽ വെക്കുന്നത്. അതിൻ്റെ ഔട്ട് വരുന്നത് 1 ഇഞ്ചാണ്. അപ്പോൾ 1 ഇഞ്ചിൻ്റെ FTA വെച്ച് അതിലേക്ക് 1 ഇഞ്ച് PVC പൈപ്പ് കണക്ട് ചെയ്ത് നേരെ 3 മീറ്റർ ഹൈറ്റിലേക്ക് ഗ്രോ ബെഡുകൾ സെറ്റ് ചെയ്തിട്ടുള്ള ഭാഗത്തേക്കാണ് ഈ 1 ഇഞ്ചിൻ്റെ പൈപ്പ്, മോട്ടറിൽ നിന്നുള്ള 1 ഇഞ്ച് പൈപ്പ് വരുന്നത്. അതെല്ലാം ഈ പോട്ടുകളിൽ ഈ 5-5 ഓരോ സൈഡിലും 5-5 പോട്ടുകളാണ് വെച്ചിട്ടുള്ളത്. ഈ പോട്ടുകളെല്ലാം ഒരേപോലെ നിറയുന്നതിന് വേണ്ടിയിട്ട് എല്ലാ പൈപ്പുകളിലേക്കും T വെച്ച് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്കും 1 ഇഞ്ച് T വെച്ച് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ ഈ ഗ്രോ ബെഡുകളിലെല്ലാം ഒരേപോലെ വെള്ളം നിറയുന്നതിന് വേണ്ടിയിട്ടാണ് ഫിഷ് ടാങ്കിൽ നിന്ന് വരുന്ന പൈപ്പിൽ നിന്നും ഡയറക്റ്റ് തന്നെ 5-5 പോട്ടിലേക്ക് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരേപോലെ നിറയും. ശ്രദ്ധിക്കേണ്ടത് ഈ പ്രതലം, ഇതിൻ്റെ ടെറസിൻ്റെ മുകളിലുള്ള സ്ഥലം ഒരേപോലെ ആയിരിക്കണം. അല്ലെങ്കിൽ പലതിലും പല ലെവലിലായിരിക്കും വെള്ളം നിറയുക. എങ്കിലും നിറയും, കുറച്ച് സാവകാശമാണ് നിറയുക. ഇവിടുത്തെ നിരപ്പ് ശരിയല്ല, കറക്റ്റല്ല. അതുകൊണ്ട് തന്നെ പലതിലും പല സമയത്താണ് നിറയുന്നത്. എങ്കിലും എല്ലാറ്റിലും ഒരേപോലെ ഏകദേശം നിറയുന്നുണ്ട് ഒരുപോലെ. അപ്പോൾ ഇവിടെ നിറയുന്നത് ഏകദേശം ഒരു 20 മിനിറ്റ് എടുത്തിട്ടാണ് ഈ 40 പോട്ടുകളിലെല്ലാം വെള്ളം നിറയുന്നത്. 20 മിനിറ്റ് നിറയാനും ഏകദേശം 35 മിനിറ്റോളം ഡ്രെയിൻ ആവാനും സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട്. 20 മിനിറ്റ് ഓണും 35 മിനിറ്റ് ഓഫും എന്ന രീതിയിലാണ് ആ ടൈമർ സെറ്റ് ചെയ്തിട്ടുള്ളത്. വെള്ളം
ഈ ഗ്രോ ബെഡുകളെല്ലാം നിറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈമർ ഓഫാവും, ഈ സബ്മർസിബിൾ പമ്പ് ഓഫാവും. അപ്പോൾ ഈ നിറഞ്ഞ വെള്ളം ഈ 1 ഇഞ്ച് പൈപ്പിലൂടെ തന്നെ സാവകാശം 35 മിനിറ്റ് കൊണ്ട് വെള്ളം ഫിഷ് ടാങ്കിലേക്ക് വരും. ഫിഷ് ടാങ്കിലേക്ക് വരുമ്പോൾ തന്നെ ഇതിൽ ഓക്സിജൻ കൂടി ലയിക്കുന്നുണ്ട് ഫിഷ് ടാങ്കിൽ. ഈ റിട്ടേൺ വരുന്ന വെള്ളത്തിൻ്റെ കൂടെ തന്നെ കുറച്ച് ഓക്സിജനും വെള്ളത്തിൽ ലയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യങ്ങൾക്ക് കുറച്ച് ഓക്സിജനും ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. ഇത് 2 ഫിഷ് ടാങ്കായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ഫിഷ് ടാങ്കിൽ തിലാപ്പിയ മത്സ്യങ്ങളും 1 വരാൽ മത്സ്യങ്ങളുമാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. 100 വരാൽ മത്സ്യങ്ങളും 100 തിലാപ്പിയ മത്സ്യങ്ങളുമാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിസർജ്യം അടങ്ങിയ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഈ പച്ചക്കറികളെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മക്കളെല്ലാം ചോദിക്കുന്നുണ്ട്, എന്നാണ് മീൻ വാങ്ങിക്കുന്നത്, എപ്പോഴാണ് വാങ്ങിക്കുന്നത്, ഏത് മീനാണ് വാങ്ങിക്കുന്നത്. ഭയങ്കര ആകാംക്ഷയോടെയാണ് അവർ നടക്കുന്നത്. പിന്നാലെ നടന്ന് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് മീൻ വാങ്ങിക്കുക എന്നൊക്കെ. എന്തായാലും അടുത്ത് തന്നെ ഇതിൽ മത്സ്യങ്ങളെ വാങ്ങി ഈ ബെഡുകളിലെല്ലാം പച്ചക്കറി അവർക്ക് ഉണ്ടാക്കാവുന്നതാണ്. അവരുടെ ആ ഒരു സന്തോഷം നമുക്ക് എന്നും കാണാം. ഇങ്ങനെയുള്ള സിസ്റ്റങ്ങൾ ഓരോ സ്കൂളുകളിലും നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. ഭാവി തലമുറ, ഇങ്ങനെയുള്ള മക്കളാണ് ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ള ഈ സിസ്റ്റങ്ങളാണ് ഇനിയുള്ള കാലം പച്ചക്കറികൾക്കും മത്സ്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ നമുക്ക് വളർത്താവുന്ന, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന സിസ്റ്റങ്ങളാണ് ഇതൊക്കെ. കാരണം ഒരേ പൈപ്പിലൂടെ തന്നെ വെള്ളം കയറിറങ്ങുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചിലവ് മാക്സിമം കുറക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അധികം മെനക്കെട് കുറവാണ്, വലിയ അധ്വാനമൊന്നുമില്ല. അല്ലാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് പച്ചക്കറികളും മത്സ്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സിസ്റ്റങ്ങളാണ് ഇനി ഭാവിയിൽ വേണ്ടത്. ഇത് കണ്ടാണ് നമ്മുടെ മക്കൾ വളരേണ്ടത്. കാരണം ഇനി വലിയ രീതിയിലൊക്കെ കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പോൾ കുറഞ്ഞ സ്ഥലത്ത് നിന്നും കൂടുതൽ ഉൽപ്പാദനം സാധ്യമാകുന്ന ഇങ്ങനെയുള്ള അക്വാപോണിക് സിസ്റ്റങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സ്കൂളുകളിലൊക്കെ നമ്മൾ അക്വാപോണിക് സിസ്റ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതേപോലുള്ള സിസ്റ്റങ്ങൾ ഉണ്ടാക്കി ഇത് കണ്ട് നമ്മൾ വീട്ടിൽ ഓരോരുത്തരും ഓരോ വീടുകളിലും ഇതേപോലുള്ള ചെറിയ ചെറിയ സിസ്റ്റങ്ങൾ ഉണ്ടാക്കി പിന്നെ അവനവന് വേണ്ടുള്ള സംവിധാനത്തിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ വളരെ എളുപ്പമാണ്, അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള സിസ്റ്റങ്ങളൊക്കെ ഉണ്ടാക്കി അവനവന് വേണ്ട നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് അസുഖങ്ങളൊന്നുമില്ലാതെ ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.